ദേ രാവിലെ തന്നെ അലാറം അടിച്ചു 6:30 ആയപ്പോഴത്തേക്കും 7 ടിറ്റോച്ചറിനെ വിളിക്കണം പോകാൻ അതുകൊണ്ട് 6:30 അലാറം വെച്ച് ഞാൻ ദേ എണീറ്റ് വന്നു. ഇരുട്ടാ. ദേ ലൈറ്റൊക്കെ ഇട്ടപ്പോഴാണ് ഒരു വെളിച്ചം വന്നത്. വെളിച്ചമായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ വേണ്ട കണ്ണുമൊക്കെ തിരുമ്മി ഇങ്ങനെ നിൽക്കും. ഒരു 5 മിനിറ്റ് അവിടെ നിന്നില്ലെങ്കിൽ എനിക്ക് ഓക്കെ ആവത്തില്ല. അങ്ങനെ വേണ്ട നമ്മൾ രാവിലെ തന്നെ കട്ടൻ കാപ്പിക്കും കടും ചായക്കുമുള്ള വെള്ളം വെച്ചത്. ഇത് തിളച്ച് കഴിയുമ്പം കട്ടൻ കാപ്പിക്ക് ചാച്ചയ്ക്ക് മാത്രം എടുത്ത് ഗ്ലാസ്സിലൊഴിച്ച് കാപ്പി കൊടുക്കും. ദേ വെട്ടം ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾ അടുക്കളയിലാട്ടോ എൻ്റെ തൊട്ടി കിടക്കുന്നത്. ഇപ്പോൾ അവൾ തൊട്ടിയിലൊന്നും കിടക്കത്തില്ല, എണീറ്റ് പോരും, ഒട്ടും കിടക്കത്തില്ല. അങ്ങനെ വേണ്ട വെള്ളമൊക്കെ വെച്ചു. വെള്ളം തിളയ്ക്കുന്നതേ ഉള്ളൂ, വരപ്പിടാൻ തുടങ്ങുന്നതേ ഉള്ളൂ. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പം കടും കാപ്പി എടുക്കാൻ വെള്ളം തിളച്ചു. ചാച്ചയ്ക്കുള്ള കാപ്പിക്കുള്ള വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അത് മാറ്റി വെച്ചിട്ട് വേണം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ചായപ്പൊടി ഇടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കടും ചായ രാവിലെ കുടിക്കുന്നത്, ബാക്കി എല്ലാവരും. അങ്ങനെയുണ്ട്. ചാച്ചയ്ക്കുള്ള കാപ്പിക്ക് മധുരമൊക്കെ ഇട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് ഒത്തിരി കാപ്പി വേണ്ട കുടിക്കാൻ വേണ്ടി, കുറച്ച് കാപ്പി മതി. പക്ഷേ അത് കിട്ടണം നിർബന്ധം രാവിലെ തന്നെ. അങ്ങനെയാണ്ട് കാപ്പിക്ക് മധുരം ഇട്ടുകൊണ്ട് ഞാൻ പോവാണ്. അകത്ത് ഹാളിലൊന്നും വെട്ടം ഇട്ടിട്ടില്ല കേട്ടോ. വെട്ടം ജനലിൽ കൂടെ ചെറിയ കതക് തുറന്ന് വെച്ചിട്ടുണ്ട്. അവിടെ റേഡിയോയും വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ഒച്ചയിൽ. അങ്ങനെ കാപ്പി കൊണ്ട് കൊടുക്കാൻ പോവാണ്. സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും കേസ് CBIക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയ തലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. നീറ്റ് പരീക്ഷ ഗ്രാമീണ മേഖലയിലെയും ഗവൺമെന്റ് സ്കൂളുകളിലെയും തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്കും അവിടെ ഞാൻ കാപ്പി കൊണ്ട് കൊടുത്തിട്ട് വന്നപ്പോൾ ചായക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് നമുക്ക് ചായപ്പൊടി ഇടാം. കുറച്ച് ചായപ്പൊടി ഇട്ടാൽ മതി, നല്ല ചായപ്പൊടി, കടുപ്പമുള്ള ചായപ്പൊടിയെ കുറച്ചിട്ടാൽ മതി. കാപ്പുപൊടിയുടെ അത്ര ഇടണ്ടല്ലോ ചായപ്പൊടി, കടുപ്പം കൂടി പിന്നെ കുടിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ചായപ്പൊടിയൊക്കെ ഇട്ട് കടും ചായ കുടിക്കാൻ പോവാണ്. രാവിലെ അത് കുടിച്ചില്ലെങ്കിൽ പിന്നെ ഇത് മൂടില്ല. ഗ്യാസ് കെടുത്തി തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് അതിനു മുമ്പ് പല്ല് തേക്കണമല്ലോ. ഞാൻ പേസ്റ്റ് എടുത്തപ്പോൾ താഴെ പോകണ്ടായിരുന്നു. അങ്ങനെ വേണ്ട പല്ലും തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് ചായ കുടിക്കണം. അങ്ങനെ ചില ദുശീലങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. കാപ്പി കുടിക്കുന്നതിന് മുമ്പ് പല്ലൊക്കെ തേക്കും. അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് കടും ചായ കുടിക്കണം.
കടുംചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കെന്നാൽ തലയൊക്കെ ഒന്ന് ചീകി വെച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ട് അടുക്കളയുടെ വാതിലിൻ്റെ അവിടെ പോയി തലയൊക്കെ ചീകി സെറ്റാക്കി കൊട്ടി വെച്ചാൽ പിന്നെ അത് നോക്കണ്ടല്ലോ. ഞാനാണെങ്കിൽ മുടിയൊന്നും അങ്ങനെ സൂക്ഷിക്കാറേ ഇല്ല. എൻ്റെ മുടി അതുകൊണ്ട് പൊട്ടി പോവും. അങ്ങനെ ദേ മുടിയൊക്കെ ചീകുക. മുടിയെല്ലാം ചീകി കഴിഞ്ഞപ്പോൾ ഒന്ന് അടുക്കളയൊന്ന് തൂത്തുവാരിയേക്കാമെന്ന് വെച്ചു. അടുക്കളയിൽ തറയെല്ലാം പൊട്ടിക്കിടക്കുന്നതുകൊണ്ട് എപ്പോഴും പൊടിയായിരിക്കും. അപ്പോൾ എനിക്ക് ഈ കാലെ പൊടി പറ്റുന്ന വലിയ അലർജിയാണ്. എപ്പോഴും ഞാൻ തൂത്തിടും. പിള്ളേർ എണീക്കുന്നതിന് മുമ്പ് ഒന്ന് തൂത്തിട്ടേക്കാമെന്ന്. കല്ലിക്കുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കുഴിക്കകത്തുനിന്ന് മണ്ണ് വാരിച്ച് അവൾക്ക് മെയിൻ പരിപാടി. ഞങ്ങളിത് അടച്ചതായിരുന്നു. ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 7 വർഷമായി. റേയാൻകുട്ടന് 3 വയസ്സ് കഴിഞ്ഞപ്പോൾ വന്നതാണ്. കല്ലും പാറും ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടായത്. പാറക്കുട്ടി കുഞ്ഞായിരുന്നപ്പോഴേ ഇതെല്ലാം അടച്ചു. 2 പ്രാവശ്യം അടച്ചത്. പക്ഷേ എന്നാണത് തന്നെ പൊളിഞ്ഞു പോരും പിന്നെ. അങ്ങനെ ഇപ്പോൾ അതേ കുഴിയായിട്ടിരിക്കണം. അതുകൊണ്ട് ഭയങ്കര പൊടിയാണ് അടുക്കളയിൽ. അപ്പോൾ എപ്പോഴും തൂത്തോണ്ടേ ഇരിക്കണം. അങ്ങനെ ദേ തൂത്തൊക്കെ വാരി അത് കഴിഞ്ഞപ്പോൾ ദേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മുട്ട പുഴുങ്ങാനിട്ട് 2 മുട്ടയേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രിഡ്ജിനകത്ത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ. അങ്ങനെ മാവ് ഇന്നലത്തെ മാവാണ്. കുറച്ച് മാവ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 3-4 പേർക്കും ഉള്ളതുണ്ട്. അന്നേരം ദേ കല്ലുക്കുട്ടി എണീറ്റ് വന്നു. രാവിലെ ഉറക്കം എണീറ്റിട്ട് വന്നിരിക്കുന്നു. കണ്ടുകൊണ്ട് പിന്നെ ഇങ്ങനെ കുറേ നേരം എടുത്തോണ്ടിരിച്ചാണ്. സുന്ദരിയാണ് നമ്മുടെ സുന്ദരിയാണ്. പാപ്പൂച്ച വേണ്ടേ? ആരടി ഇന്നലെ എന്നെ കടിച്ച? ആരടി എന്നെ ഇന്നലെ കടിച്ച? അവളെ ഇതേ സമാധാനിപ്പിച്ച് ഒരു സൈഡിലോട്ടാക്കി. ഇത് അന്നേരത്തേക്ക് മുട്ട വെന്തു. ഇനി കറിക്കുള്ള സവോളയെല്ലാം സെറ്റാക്കണം. അതിന് വേണ്ടി എല്ലാം പൊളിച്ച് റെഡിയാക്കി ഇനി അരിഞ്ഞ് അത് വഴറ്റണം, കറി വെക്കണം. 2 മുട്ടയല്ലേ ഉള്ളൂ. അപ്പം ഒരു സവോള വലുത് മതി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരെണ്ണം കൂടി എടുത്തു. ഒരെണ്ണത്തിൻ്റെ പകുതി. എല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇത്ര സവോള മതിയായിരിക്കുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. 2 മുട്ടയല്ലേ ഉള്ളൂ. അപ്പം മതിയായിരിക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയ സവോള കൂടെ എടുക്കാം അല്ലേ. അങ്ങനെ വേണ്ട എല്ലാം അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചട്ടി അടുപ്പേ വെച്ച് കേട്ടോ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ പണി തീർക്കുവാണെങ്കിൽ
പിന്നെ കുഴപ്പമില്ലല്ലോ, 9:30 ആകുമ്പോഴത്തേക്കും ഫുഡ് കൊടുക്കണം ചാച്ചയ്ക്ക്. കൃത്യസമയമുണ്ട്. രാവിലെ 9:30, ഉച്ചയ്ക്ക് 1 മണി, വൈകിട്ട് 8:30. ഈ കറക്റ്റ് സമയത്ത് കൊടുക്കണം. അങ്ങനെ എണ്ണ ചൂടായി. അന്നേരത്തേക്കും പാറക്കുട്ടി എണീറ്റ് വന്നു, എന്നെ ഉണ്ടാക്കുക അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എണ്ണ ചൂടായി, എല്ലാം സെറ്റാക്കി. അങ്ങനെ കറിയൊക്കെ സെറ്റാക്കാൻ പോവാം. I love you. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇല്ല. അച്ചാച്ച എപ്പോഴാണ് വന്നത്? വെളുപ്പിനെയാണ്. നീ ഇങ്ങനെ ഉറങ്ങിയോണ്ട് അമ്മ വിളിക്കാം. രമ്പായലയാണ്, കരിയാപ്പില രമ്പായല. അല്ലെങ്കിൽ പിന്നെ വേറെ പേര് പറയുന്നത്. ഞങ്ങളിവിടെ രമ്പായല എന്ന് പറയുന്നത്. മല്ലിയിലയുടെ ഒരു മണമൊക്കെ സാമ്പാറിനകത്തും ചിക്കൻ കറിക്കകത്തും ഒക്കെ ഇടും, മുട്ടക്കറിക്കകത്തൊക്കെ. കറി വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരാൾ വന്നേച്ച് കാപ്പി വേണമെന്ന് പറഞ്ഞ് തന്നെ കാപ്പിയൊക്കെ കുടിക്കുക. ഇടയ്ക്ക് മല്ലിപ്പൊടി, ചിക്കൻ മസാല, ലേശം ഗരം മസാല, ഇച്ചിരി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ, അതെടുക്കാൻ മറന്നുപോയി. ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഗൈസ്, മുളക് പൊടി തീർന്നു ഗൈസ്, ഇപ്പോഴാണ് ഞാൻ നോക്കിയത്. സാരയില്ല, ഉള്ളത് മതി. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ലേശം വെള്ളം ഒഴിച്ചാൽ ഗ്രേവി സവോള മസാല എല്ലാം കൂടെ വേറെ ഇട്ടിക്കട്ടെ. ആയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കളക്കട്ടെ. കറി സെറ്റായി ഏകദേശം. അപ്പോൾ അപ്പം കൂടെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. മുട്ടയും പൊളിച്ചിട്ട് കഴിയുമ്പം കറിയായി, അപ്പമായി. എല്ലാം പെട്ടെന്നാക്കുവാണെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശ്രമിക്കുകയും ചെയ്യും. ആകെ 2 മുട്ടയേ ഉള്ളൂ. മുറിച്ച് നമുക്ക് കൊടുക്കാം. ചാച്ചയ്ക്ക് മുട്ടയായിട്ട് കൊടുക്കാം. ഞാൻ കല്ലൂരും പറഞ്ഞൂടെ പകുതി. ഓക്കേ, മുട്ട മുറിച്ചു. ചുരുണ്ട് പോകണം. പാത്രം പോയി. ഇതൊക്കെയാണ് രാവിലത്തെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും തിരക്കുകളും ഒക്കെ. അപ്പം ഇത്തരം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ ഇത്തരം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സീ യു. വേണ്ടേ